ചാനൽ പൂട്ടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് മൻജദ്ദ വജദ, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പരിശ്രമിക്കുക, ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകും. കാരണം നമുക്ക് മറുപടികളില്ലല്ലോ, ആശയങ്ങളില്ലല്ലോ, ആയുധങ്ങളും അപരാധങ്ങളും ആരോപണങ്ങളും മാത്രമല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ തുടരുക. അതല്ലാതെ ഞാനിത് നിർത്തിപ്പോകുമെന്നോ പേടിച്ചു മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞിട്ട് മാളത്തിൽ ഒളിക്കുമെന്നോ ഒന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് മറുപടികൾ ഉണ്ടെങ്കിൽ ആശയപരമായിട്ടാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. പിന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ ചാനൽ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് എന്നെ തട്ടിക്കളഞ്ഞാലോ ഒന്നും ഇസ്ലാം മത വിമർശനങ്ങളൊന്നും അവസാനിക്കില്ല. ഒരു മതവിമർശനവും അവസാനിക്കില്ല. ഒരു പക്ഷേ ചോദ്യകർത്താവിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചാലും ചോദ്യം അവിടെ തുടരും. ചോദ്യം അവിടെ ഉണ്ടാകും. ഒരു ചോദ്യകർത്താവിനെ ഇല്ലാതാക്കിയാൽ ആ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ സ്പ്രെഡ് ആകും. ഇപ്പൊ ചേകനൂർ മൗലവിയെ ഇല്ലാതാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? 10-30 വർഷങ്ങൾക്ക് ശേഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള ചേകനൂർ മൗലവിമാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അതുപോലെ നമ്മൾ എന്താണോ റിസൾട്ട് വിചാരിക്കുന്നത് അതിനേക്കാൾ നെഗറ്റീവ് എഫക്റ്റിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും നിന്നാ നല്ലത് എന്ന് പറയാം. ഏതൊരു രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ആ രാജ്യം എങ്ങനെയായി തീരുമെന്ന് അറിയുന്ന അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരുപാട് അവഗാഹം സിദ്ധിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ രാജ്യം ഹിന്ദു രാഷ്ട്രമായോ ഇസ്ലാം മത രാഷ്ട്രമായോ ജനാധിപത്യ രാഷ്ട്രമായോ? ഒരു പക്ഷേ ഹിന്ദുക്കൾ മാത്രമാണോ അറിയാത്തത്? നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ ലോകം മുഴുവനും പരക്കെ അറിഞ്ഞാലും ഒരു പക്ഷേ ആ അപരാധം അവസാനം അറിയുന്നത് നമ്മളായിരിക്കുമെന്ന്. അതുപോലെ നമ്മൾ അറിയായിട്ടാണോ ഇസ്ലാമിക ശരീഅത്ത് നിയമം സ്വതന്ത്ര ഭാരതത്തിൽ നിലവിൽ വന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റെനി സ്വാഗതം. അറിയില്ല. ഇസ്ലാം മത ഭരണത്തിന്റെ കീഴിൽ സുപ്രീം കോടതിയൊക്കെ ആ രൂപത്തിൽ ശരീഅത്ത് നിയമമൊക്കെ പുറത്തിട്ടത് നമ്മൾ കണ്ടതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പാകിസ്ഥാനും ഇറാനും ഇറാഖും ഒക്കെ പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള മതനിയമം നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഹിന്ദുക്കൾ മാത്രം അറിയാത്ത ഒരു ഇസ്ലാം മത രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായോ? ഇന്ത്യ ഒരു ഇസ്ലാം മത രാജ്യമായോ? ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ പ്രാധാന്യം, ക്രിസ്ത്യാനികളെക്കാൾ പ്രാധാന്യം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങൾ, ഭേദഗതികൾ, ആനുകൂല്യങ്ങൾ, പ്രിവിലേജുകൾ? ഇസ്ലാം മതം മാത്രം വ്രണപ്പെടാൻ പാടില്ല. മറ്റു മതങ്ങളെയൊക്കെ വാരി തേച്ച് അലക്കി ഉടുക്കി പിച്ച് കീറി വെയിലത്ത് വെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്കാം. ഇപ്പൊ അങ്ങനെ പറയുന്നത് മതേതര രാജ്യമല്ലേ? ചിലർ പറയുന്നുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കുമെന്നൊക്കെ. പക്ഷെ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ മതേതര രാജ്യമാണ് എന്നുള്ളത്. അങ്ങനെയാണ്. ഞാൻ ഇസ്ലാമിക രാജ്യമാണെന്ന് തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടി മില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുപെടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുപെടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജു ഹിന്ദുവാണ്, നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം, മതപരമായ കാര്യമാണ്
വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടുന്ന ഒരു പോസ്റ്റാണിത്. പബ്ലിക്കിന്റെ നികുതി ഇതര മതവിഭാഗത്തിന്റെയും മതമില്ലാത്തവന്റെയും നികുതി ഉപയോഗിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ലഭിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ, സംവരണ ആനുകൂല്യങ്ങളാണ് ഈ കേൾക്കുന്നത്. ചെവി തുറന്ന് കേട്ടോ. തുടരാം. കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ആയിരത്തെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്. ജോലിക്ക് പെൻഷനില്ല. അയലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. പക്ഷേ ജോലിക്ക് പെൻഷനുണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവെപ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല. കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന് വിലയില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും, പക്ഷേ പന്നി ഇറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാന്റെ മതവികാരം വ്രണപ്പെടും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും, കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എന്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല, കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി, ഇന്ത്യ മതേതര രാജ്യമാണത്രേ. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി പറയാൻ കഴിയും, ആർക്കും ഒരു രൂപത്തിലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഡേറ്റാസ് വെച്ച് നിഷേധിക്കാൻ സാധിക്കാത്ത നഗ്നസത്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന വെടിപ്പോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഇത് നമ്മൾ ഒന്നുകൂടെ കേൾക്കും. അതിന്റെ തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ വായിക്കും. ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് കോമഡി? അല്ലേ? മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന രാജ്യമാണോ ഇത്? അതോ മതങ്ങൾക്കു വേണ്ടി, ആചാരങ്ങൾക്കു വേണ്ടി, മതവിശ്വാസങ്ങൾക്കു വേണ്ടി, മതനിയമ സംരക്ഷണങ്ങൾക്കു വേണ്ടി കലാപവും പ്രതിഷേധവും പ്രക്ഷോഭവും ഹർത്താലുകളും യുദ്ധവും ഉണ്ടാക്കുന്ന രാജ്യമാണോ ഇത്? മതേതരത്വത്തിനു വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ടോ? മതത്തിനു വേണ്ടിയല്ലാതെ ലഹളകൾ, കലാപങ്ങള്, കലഹങ്ങള്. മതേതരത്വം, എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. എല്ലാ മതത്തിനും നമ്മുടെ രാജ്യത്ത് തുല്യ പരിഗണനയാണോ? അല്ല. താടിയും തലപ്പാവും വെച്ച പൊറോട്ടക്കെട്ടുകാരുടെ മതത്തിനു മാത്രമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടി മില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുപെടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുപെടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജുവും നവാസും 2 സുഹൃത്തുക്കളാണ്. നവാസിന് പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിൽ പോയിട്ട് പണമുണ്ടാക്കി മോൻ പഠിക്കുന്നു. മോൻ പഠനത്തിൽ കുറച്ച് മികവ് കുറവാണ്. പക്ഷേ സർക്കാരിൽ നിന്നും സംവരണ ആനുകൂല്യ ഗ്രാന്റ് ലഭിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. രാജുവിന്റെ മകനോ ഒന്നും കിട്ടുന്നില്ല. രാജു മകനെ എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം മകന് നേടിക്കൊടുക്കണം എന്ന അത്യാഗ്രഹത്തോടെ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. ഒരു രാജ്യത്ത് ഇത് ഈക്വൽ ആണോ എന്ന് ചിന്തിക്കുക. നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഇസ്ലാമിന്റെ
5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. സമ്പത്തുള്ളവൻ പോയാ മതി, എല്ലാവരും പോകണമെന്ന് നിർബന്ധമില്ല. സമ്പത്തും ആരോഗ്യവും ഉള്ളവനോട് മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പബ്ലിക്കിന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിനുമുണ്ട് തീർത്ഥാടനങ്ങൾ. ആ തീർത്ഥാടനങ്ങൾ എല്ലാ മതവിശ്വാസികളും അവനവന്റെ പണം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം സബ്സിഡി എന്ന രൂപത്തിൽ, ഹജ്ജ് സബ്സിഡി എന്ന രൂപത്തിൽ ഈ പണം എടുത്തു കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. ഒരു ലീം മീഡിയ എന്ന് പറയുന്ന ഒരുത്തൻ, ഞാൻ മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, ക്ഷമിക്കണം. ഞാൻ നോക്കട്ടെ, എൻ്റെ ഏതെങ്കിലും അഡ്മിന്മാർ, സൂരജ് ഉണ്ട്, റെനിയില്ലേ, റെനിയുണ്ട്, ആരിഫ് ഉണ്ട്. നല്ലൊരു മറുപടി കൊടുത്ത് ഓടിച്ചോ. ശരി, പൾച്ചറുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. അവൻ്റെ ഉമ്മ അറുവാണിച്ചിയാണ് എന്ന് വന്ന് പറയുന്നുണ്ട്. സൂരജ് പറഞ്ഞിട്ടുണ്ട് മറുപടി. അതായത് അവൻ്റെ ഉമ്മ അങ്ങനെ ആകാൻ കാരണം അവൻ്റെ വാപ്പയല്ലേ, അവൻ്റെ വാപ്പയുടെ കഴിവുകേട് കൊണ്ടാണല്ലോ ഉമ്മയെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുറിയൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വൾഗാരിറ്റിയാണ്, അതവനെടുത്ത് പുറത്തെടുക്കും. ഓക്കെ, ശരി. അപ്പോൾ അതെ, ഈ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, രാജുവിന്റെ പിതാവിനില്ലാത്ത ആനുകൂല്യം. മതപുരോഹിതനാണ് രാജുവിന്റെ പിതാവ്, അദ്ദേഹത്തിനില്ലാത്ത ആനുകൂല്യം നവാസിന്റെ മദ്രസ അധ്യാപകനായിട്ടുള്ള വാപ്പയ്ക്ക് ലഭിക്കുന്നു. മാസം 10,000 രൂപ പെൻഷൻ. ഇതൊക്കെ നിഷേധിക്കാൻ സാധിക്കും?